സിമ്പിൾ ഡിസൈനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനപ്പം മോളെ ട്യൂഷനൊക്കെ വിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം വലിയൊരു മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ തന്നെ പോകാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഈ ഒരു സമയത്ത് മഴയൊന്നുമില്ല, വിടാൻ പോകുന്ന സമയത്ത് മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. 9:30ക്കാണ് മോൾക്ക് ട്യൂഷനൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ അവിടെ കൊണ്ട് എത്തിക്കണം. അതുമല്ല, വലിയ മഴ വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാണ്, ഇടയ്ക്ക് നിന്ന് കോട്ടൊക്കെ ഇടാനായിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അതിന് മുമ്പേ അങ്ങ് ചെല്ലാമെന്നൊക്കെ ഓർത്ത് ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി പോവുകയാണ്. അവളെ അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ തറവാട്ടിലേക്ക് പോകും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പപ്പയുടെ അടുത്ത് കടയിൽ കയറി ഇങ്ങനെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും. ഇന്നിപ്പം ഞാൻ കടയിൽ കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളെ പപ്പയുടെ അടുത്ത് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഇടയ്ക്ക് ഞാൻ അങ്ങനെ കയറി നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകും. എന്നിട്ട് 11:30 ആകുമ്പോഴത്തേക്ക്, അല്ല 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവളുടെ ട്യൂഷൻ കഴിയും. അപ്പോഴത്തേക്ക് ഞാൻ വന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാറാണ് പതിവ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കടയിൽ കയറാമെന്ന്. അങ്ങനെ ഞാൻ കടയിൽ വന്ന സമയത്ത് വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പം ഞാൻ പപ്പയോട് പറഞ്ഞായിരുന്നു, പപ്പ ഇതിൻ്റെ എവിടെയാണോ ഓയിൽ ഇടേണ്ടത് അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചപ്പം പപ്പ വന്ന് നോക്കി കേട്ടോ. എന്നിട്ട് പപ്പ ഒരു ഓയിലിൻ്റെ കുപ്പിയൊക്കെ ആയിട്ട് പപ്പ എല്ലായിടത്തും നടന്ന് ഇങ്ങനെ ഓയിലിടും. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തില്ല പപ്പ ഇങ്ങനെ ഓയിലിടും, ഇങ്ങനെ ചെക്ക് ചെയ്യുന്നൊന്നും ഞാൻ ഓർത്തില്ലായിരുന്നേ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയതായിരുന്നു, കുറച്ചുകൂടെ വിശദമായിട്ടൊക്കെ പപ്പയോട് ചോദിച്ചതന്നായിരുന്നു. പക്ഷെ പപ്പ പെട്ടെന്ന് ഓടി നടന്ന്, പപ്പയ്ക്ക് തിരക്കുണ്ട് കടയിൽ, തയ്ക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ എന്നാൽ ഇതും കൂടെ ചെയ്തേക്കാമെന്ന് ഓർത്തുകൊണ്ട് പപ്പ അതെല്ലാം ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഉണ്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓയിലിടുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ഓയിലിടേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്താ പറയുക, ജാമായിട്ട് നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നും. ഇപ്പം ബ്രേക്ക് പിടിക്കുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ടയറിൻ്റെ അവിടെയൊക്കെ കണ്ടോ എന്തൊക്കെയോ അവിടെ പപ്പ ഇങ്ങനെ ഒരു കുപ്പിയിൽ കുറച്ച് ഓയിലുണ്ട്. പപ്പ അത് സ്ഥിരം ഇങ്ങനെ ഇടാറുണ്ട്. അന്നേരം അതിങ്ങനെ ഇട്ടെനിക്ക് തന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഓയിൽ എവിടെ ഇടണ്ടേന്നുള്ള നോക്കുകയൊന്നും വേണ്ട. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പപ്പ അടുത്തേക്ക് കേട്ടോ ഓടിച്ചില്ലെന്ന്. പപ്പയോട് പറയും, പപ്പയെ ഒന്ന് നോക്കാവോ, എന്തേലും ഇതുണ്ടോ എന്ന് പപ്പ നോക്കാവോ എന്ന് നോക്കുമ്പോൾ പപ്പ അന്നേരം എല്ലാം നോക്കി റെഡിയാണോ എന്നൊക്കെ നോക്കി പപ്പയാണ് എല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യുന്നത്. ഏട്ടനില്ലല്ലോ, അപ്പം പിന്നെ പപ്പയാണ് എല്ലാം വണ്ടിയുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ. അല്ലാതെ ഓടി വരും കേട്ടോ, എന്താവശ്യത്തിന് വിളിച്ചാലും ഓടി വരും. എന്നാലും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പം നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പപ്പയോടാണ് ഞാൻ ചെന്ന് ചോദിക്കുകയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ പപ്പേ, എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ചെല്ലും. പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോദിക്കുന്നതൊക്കെ. അറിയാവുന്ന കാര്യം പറഞ്ഞു തരുന്നതുകൊണ്ട് പപ്പയ്ക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയാട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര സൗണ്ട് ഇറിറ്റേഷൻ ആവുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഭയങ്കര മഴയുടെ സൗണ്ട് കൂടെ കേൾക്കുന്നില്ലേ. പപ്പ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പപ്പ പെട്ടെന്ന് വണ്ടി എടുത്ത് തിരിച്ചു വെക്കുന്നുണ്ട്. അന്നേരം ഞാൻ ക്യാമറയ്ക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്ത് തിരിച്ചു വെക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് നോക്കുമ്പോൾ ഉണ്ട് പപ്പ വണ്ടി എടുത്ത് തിരിച്ചു വെക്കുന്നത്. എനിക്ക് പോകാനുള്ള സൗകര്യത്തിനാക്കി. അങ്ങനെ മോളെ വിളിക്കാനുള്ള സമയമായപ്പോഴത്തേക്കും ഭയങ്കര മഴ കേട്ടോ. എങ്കിലും ഞാൻ കോട്ടൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് മോളെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഞാനൊരു 10:45 ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ വന്ന് നിന്നെങ്കിൽ പോലും മോളിറങ്ങി വന്നില്ല കേട്ടോ. അവൾ കുറേ നേരം എടുത്തു. കാരണം കുറച്ച് നേരം കൂടെ സാറിന്ന് കൂടുതൽ ടൈം ക്ലാസ് എടുത്തപ്പോൾ അവരെടുക്കുന്ന പോർഷൻ തീർത്തിട്ടേ സാറ് വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് കുറേ ടൈമും കൂടി ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഒന്നും അവിടെ നിന്ന് പറയാനൊന്നും പറ്റത്തുന്നില്ല. കാരണം വലിയ മഴ വന്നാലോന്ന് ഓർത്ത് അവിടെ ഒരു ചാമ്പമരം ഉണ്ട് കേട്ടോ, ഒരു വീടിനോട് ചേർന്ന്. ഞാൻ അന്നേരം അതിനോട് ചേർന്ന് ഇങ്ങനെ ആ ചാമ്പമരത്തിൻ്റെ അടിയിലായിട്ടാണ് നിൽക്കുന്നത്. കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ചെറിയ മഴയ്ക്കൊന്നും അവിടെ നിന്നാൽ നനയത്തുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഓർത്ത് ഞാൻ ചുമ്മാ എടുത്ത വീഡിയോ ആണ്. എല്ലാവരും ഇങ്ങനെ ചെറിയ പൊടിമഴ പെയ്ത സമയത്തും വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഹെൽമെറ്റ് മാത്രം വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. മാത്രമല്ല എന്താ പറയുക, ചിലർ കോട്ടിട്ടുകൊണ്ട് പോകുന്നുണ്ട്. ലോങ് ഒക്കെ പോകുന്നവരെല്ലാവരും കോട്ടൊക്കെ ഇട്ടുകൊണ്ടാട്ടോ ഇറങ്ങത്തുള്ളൂ. ഇനി ചെറിയ മഴ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് നിൽക്കും, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ചിലർ കോട്ടൊക്കെ ഇട്ടിട്ട് ചിലർ കോട്ടിടാതെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇത് ഞാനിപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു വളവാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, വണ്ടി സ്ലോ ആക്കി ജസ്റ്റ് ബ്രേക്കൊക്കെ പിടിച്ചിട്ടാണ് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം വലിയ വീതിയില്ല അവിടെ ആ റോഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് വണ്ടി വന്നാൽ അറിയത്തില്ലല്ലോ.
അതുകൊണ്ട് എല്ലാവരും ഹോണൊക്കെ അടിച്ചിട്ടാട്ടോ പോകുന്നത്. ഞാനപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും വണ്ടി അവിടെ എത്തുമ്പോഴത്തേക്ക് നന്നായി സ്ലോ ആക്കും. സ്ലോ ആക്കിയതിന് ശേഷം ആക്സിലേറ്റർ കുറയ്ക്കും. ആക്സിലേറ്റർ കുറച്ചിട്ട് പിന്നെ അവർ ബ്രേക്ക് ജസ്റ്റ് പിടിക്കണമെന്ന് തോന്നിയാൽ അന്നേരം ബ്രേക്ക് പിടിക്കും. ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഭയങ്കരമായിട്ടും ബ്രേക്ക് പിടിച്ച് ഓടിക്കുകയൊന്നും വേണ്ട. അങ്ങനെ കൊടുത്തിട്ട് നോക്കിയിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് വണ്ടി, വലിയ വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. വളവിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര സ്പീഡിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഈ മഴ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഭയങ്കര സ്പീഡിൽ പോകുന്നത്. നമുക്ക് മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് കണ്ണിലേക്കൊക്കെ അടിക്കുന്ന ഫീലായിരിക്കും. ചില്ലൊക്കെ താത്തിയിട്ടാലുവേ നമുക്കിങ്ങനെ ആ ചില്ലിൻ്റെ മേളിൽ ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ വീഴുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്പീഡിൽ വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല. ശ്രദ്ധിച്ച് പതുക്കെ പോയാൽ മതി കേട്ടോ. മഴയുടെ സമയത്ത് പ്രത്യേകിച്ച്, അതുപോലെ വളവൊക്കെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ മതി. മോള് ട്യൂഷൻ പഠിക്കുന്നത് അവിടെ ആ മുന്നിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പം കാണാം, അവിടെ ആ സൈഡിലായിട്ട് അവിടെയാണ്. അപ്പോൾ അവിടെ കുറേ പിള്ളേരുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും മടി പിടിച്ചിരിക്കുന്നവർ കാണും. പിന്നെ എല്ലാവരും കുറേ പേരുണ്ടല്ലോ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ഒന്നും കൂടെ അമ്മ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകണം എന്നൊക്കെ ഓർത്ത് അങ്ങനെ പോയിട്ടുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ക്ലാസ്സിനായിട്ട്. ഇപ്പോൾ ക്ലാസ് കഴിയുമെന്നാണ് തോന്നുന്നത്. സാധാരണ ഇതിന് മുമ്പേ കഴിയാറാണ്. ഞാൻ എന്നും വരുമ്പോഴത്തേക്കും അവൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങാറാണ് ഇന്നും കേട്ടോ. ഇന്നും അവിടെ നിൽക്കാറാണ്. ഇന്ന് പക്ഷേ ഞാൻ കുറേ നേരം വന്ന് നിന്നു. അപ്പോൾ എനിക്ക് തോന്നി സാറ് കുറച്ചുകൂടെ ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന്. അവർ ഇറങ്ങി കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാണ്ട് അവിടുന്ന് കോട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മഴയത്ത് ഇനിയിപ്പം കോട്ടില്ലാതെ പോയാൽ, നമ്മൾ ചെറിയ മഴയാണെന്ന് ഓർത്തുകൊണ്ട് കോട്ടിടാതെ പോയാലേ ഇടയ്ക്ക് വെച്ച് വലിയ മഴ പെയ്താൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടോളാം ഇവിടുന്ന് ഞാൻ പറഞ്ഞു. കോട്ടിടുമെന്ന് ഞാനിങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കോട്ടൊക്കെ ഇടുന്നുണ്ട്. അവളുടെ കൂട്ടുകാരിയൊക്കെയാണ് സഹായിക്കുന്നത്. വലിയൊരു കോട്ടാട്ടോ ഞങ്ങളുടേത്. ഇത് ഏട്ടൻ്റെ കോട്ടാണ്. ഏട്ടനിൽ ആദ്യം ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ 2-3 അടുപ്പിച്ച് ഇങ്ങനെ മേടിച്ച് വെച്ചിരുന്നതായിരുന്നു. അധികം വിലയില്ലാത്ത എന്നാൽ കുറച്ച് വലിയ കോട്ടാണത്. ഏട്ടനത് ഓക്കെയാണ്. ഞങ്ങൾക്കത് വലിയ കോട്ടാണ് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് അവൾക്ക് അത് ഇടാൻ. ഇനി കുറച്ച് ചെറിയ ഒതുക്കമുള്ള ഒരു കോട്ട് നോക്കിയിട്ട്, നല്ല കോട്ട് നോക്കി മേടിക്കണം. നമ്മൾ സ്കൂൾ ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മേടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആൾ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരാനായി തുടങ്ങുകയാണ്. അന്നേരം ആൾക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ബാഗ് ഇടാതെയാണ് കോട്ടിട്ടത്. കോട്ടൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് ബാഗ് വെളിയിലിരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി അവളുടെ കൂട്ടുകാരി അന്നേരം ചോദിക്കുന്നുണ്ട്, നീ ബാഗ് ഇട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളും പറഞ്ഞു, അയ്യോ ഞാൻ ഇട്ടില്ല, എന്ത് ചെയ്യും? ഇനിയിപ്പോൾ സാരമില്ല ഇനി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി വരികയാണ് അവിടെ നിന്ന്. പിള്ളേർക്കെല്ലാം മനസ്സിലായിട്ടോ ഞാൻ വീഡിയോ എടുക്കുകയെന്ന്. അന്നേരം അവരവിടെ ഒന്ന് പറയുന്നുണ്ട്, ആൻറ്റി വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അവളോട്. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ മാത്രമല്ല നിങ്ങളും ഉണ്ടെന്നൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ മോള് വന്നു. ഇനിയിപ്പോൾ അങ്ങ് പോട്ടെ. ചെറിയ മഴയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. വലിയ മഴ വരുന്നതിന് മുമ്പേ നമുക്കിനി വീട്ടിൽ ചെല്ലണം. അപ്പം അതിന് മുമ്പേ അങ്ങ് ചെല്ലാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരെ ബൈ.